ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്പാർട്ടി ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡ്യൂട്ടിയിലാണ്. പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 2-3 പേരും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോസ് തന്നെ ഒന്ന് നോക്കാനെടുത്തപ്പോൾ അതിനകത്തൊരു കമൻറ്റിൽ കണ്ടു, ചേച്ചി എന്തൊക്കെ സാധനങ്ങളാണ് മാൾദീവ്സിലോട്ട് കൊണ്ടുവരേണ്ടത്, അടുത്ത ദിവസങ്ങളായിട്ട് 1-2 ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തിങ്സാണ് എസെൻഷ്യലായിട്ട് നമുക്ക് വേണ്ടതെന്നാണ് അവർ ചോദിച്ചത്. അപ്പം ഞാനിതിപ്പോൾ പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഒരു ചെക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തയ്യാറാക്കിയിട്ടില്ല. എനിക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ഐറ്റം, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് 2 സാധനങ്ങളാണ്. അതിൽ 3 സാധനങ്ങളുണ്ട്. ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും മേടിക്കാം. എനിവേ, എല്ലാം മേടിക്കാം, പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തിങ്സാണ് സൺസ്ക്രീൻ. അതിപ്പം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ സിമ്പിളായിട്ടുള്ള ചൂടൊന്നുമല്ല. നിങ്ങൾക്ക് തിങ്ക് ചെയ്യായിരിക്കും കടലാണ് ചുറ്റും, സോ ഹ്യൂമിഡിറ്റി ഭയങ്കരമാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഞാനൊക്കെ ഇത് ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ കുടയും കൊണ്ടൊക്കെ വരും, പക്ഷെ കുടയെന്നൊക്കെ ചൂട് വന്ന് മുഖത്തോട്ട് നമ്മുടെ ഒരുമാതിരി തീക്കനൽ കോരിയിട്ടൊരവസ്ഥയിലാണ്. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാം മാറ്റാനും സൺബേൺ അടിക്കാതിരിക്കാനും സൺസ്ക്രീൻ മസ്റ്റാണ്. അതോടൊപ്പം കൊണ്ടുവരേണ്ട സാധനമാണ് കുടയും ഈ പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് എസെൻഷ്യൽ ഒരു ഐറ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്, പ്ലസ് കുടയും കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും ചൂട് ഭയങ്കരമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടാനും അടിക്കുന്നുണ്ട് കേട്ടോ. ഫേസ്, കഴുത്ത്, കൈയൊക്കെ ടാൻ അടിക്കുന്നുണ്ട്. സോ അപ്പം ടാൻ അടിക്കുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അത് എന്തെങ്കിലും സിറമായിട്ടോ അല്ലെങ്കിൽ ഹോം റെമഡി ആയിട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള ഐറ്റംസ് മസ്റ്റായിട്ടും കയ്യിൽ കരുതണം. നമ്മളിവിടെ വന്നിട്ട് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചേ സാധനം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 2 സാധനങ്ങളും മസ്റ്റാണ്. അതുപോലെ വേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഞാൻ എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന്. സോ അപ്പം സൺഗ്ലാസ് അത് മസ്റ്റാണ്. പിന്നെ നമുക്കിവിടെ വന്നിട്ടാണെങ്കിലും മേടിക്കാം. ഞാനൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു മേടിച്ച കാര്യം. നമുക്ക് മാൽദീവ്സിലോട്ട് വന്നപ്പോൾ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അതും എസെൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് എന്താ പറയുക, കിച്ചൺ ഐറ്റംസ്. അതായത് നമുക്ക് എല്ലാ തരം പൊടികളും നമ്മളിവിടെ വന്നിട്ട് മേടിക്കാമെന്ന് കരുതും, പക്ഷെ നമുക്ക് മേടിക്കാം, പക്ഷെ കുറച്ചൊക്കെ കയ്യിൽ കരുതണം. കാര്യം നമുക്ക് എന്താ പറയുക, നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരുന്ന എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ, അപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം എല്ലാ തരം പൊടികളും, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ നമ്മുടെ മസാല ഐറ്റംസ്, ചിക്കൻ മസാല, മീറ്റ് മസാല, ഇതെല്ലാം മാലയിൽ കിട്ടും. പക്ഷെ എന്നിരുന്നാലും കുറച്ച് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുക. കാര്യം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്ന പാടെ നമുക്ക് ഒരുപാട് കാശ് ചിലവാക്കാൻ നമ്മുടെ കയ്യിലില്ല. സോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസും കുറച്ച് കയ്യിൽ കരുതുക. പൊടി ഐറ്റംസ് എല്ലാം കയ്യിൽ കരുതുക. അതുപോലെ ബിരിയാണിയൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കയ്യിൽ കരുതുക. പിന്നെ വേണ്ട പൊടി ഐറ്റംസ് എല്ലാം. ഓയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും, പക്ഷെ കൂടുതലും ഇവിടെ നമുക്ക് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം അല്ലാതെ നോർമലി നമ്മുടെ കോക്കനട്ട് ഓയിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊറിയറൊക്കെ അയക്കുമ്പോൾ ഓയിൽ ഐറ്റംസ് ഒന്നും കൊറിയർ അയക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മസ്റ്റായിട്ട് വേണ്ടവരാണെങ്കിൽ, അതായത് കോക്കനട്ട് ഓയിലൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ഓയിലൊക്കെ കൊണ്ടുവരാൻ, നല്ലവണ്ണം പാക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. പിന്നെ ഉള്ള കാര്യം, പിന്നെ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അപ്പം പാത്രങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനമാണ് കുക്കർ. അപ്പം കുക്കറിൽ നിങ്ങൾക്കിപ്പം റൈസും വെക്കാം, നമുക്ക് കറികളൊക്കെ വെക്കാം. സോ അപ്പോൾ റൈസ് കുക്കറിൽ വെച്ചിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കുക്കർ മാത്രം മതി. അല്ല എങ്കിൽ ഒരു കുഞ്ഞ് ചെരുവോ ചെറിയ കലം പോലെയൊക്കെ ഉണ്ടല്ലോ, ഒരാളൊക്കെയാണ് വരുന്നതെങ്കിൽ അങ്ങനത്തെ അരി വെക്കാൻ മാത്രമായിട്ടുള്ളൊരു സംഭവം കൂടെ കൊണ്ടുവരാം. അത് പിന്നെ നമ്മുടെ നോർമലി ഉള്ള ഐറ്റംസ്, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, പിന്നെന്താ പറയുക, പിന്നെ എന്തെങ്കിലും ഒരു പാൻ മസ്റ്റായിട്ട് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാൻ പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനത്തെ ഒരു സംഭവം കയ്യിൽ കരുതണം. അപ്പം മെയിൻലി വേണ്ടത് റൈസ് സെപ്പറേറ്റ് വേവിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പാത്രം, കുക്കർ, ഒരു പാന്, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്,
ഇത്രയൊക്കെ മതിയായിരിക്കാം കിച്ചൺ ഐറ്റംസ്, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഇനിഷ്യൽ ടൈമിൽ കേട്ടോ. ബാക്കി നമുക്ക് പയ്യെ പയ്യെ ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് മേടിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ചോറ്റുപാത്രം കണക്കുള്ള എന്തെങ്കിലും കയ്യിൽ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. വെയിറ്റ് അനുസരിച്ച് കൊണ്ടുവരാവുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി എല്ലാം കൂടെ വാരിയിട്ടുണ്ട് വരരുത്. വെയിറ്റ് നോക്കി ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് ഡ്യൂട്ടി ടൈമിൽ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ടൈം കിട്ടുവാണെങ്കിൽ അന്നേരം കൊണ്ടുപോകാൻ എന്തെങ്കിലും ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ എടുക്കാം. അങ്ങനെ പിന്നെന്താ പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഡ്രസ്സ് ഐറ്റംസാണ്. ഡ്രസ്സ് ഐറ്റംസിൽ നമുക്കറിയാലോ, ഡ്രസ്സ് ഐറ്റംസിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് വേണം. അതുപോലെ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ വേണം. ഇപ്പം എന്നെപ്പോലെ ഈവനിങ് ടൈമിൽ കളർ ഡ്രസ്സ് മതി ഡ്യൂട്ടിക്ക് വരാനുള്ള ഐലൻറ്റുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് കളർ ഡ്രസ്സ് മതി. അപ്പം അതിനനുസരിച്ച് ഇടുക. അപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് പോകണ്ടേ, അപ്പോൾ ഒരുപാട് ഡ്രസ്സ് വേണമല്ലോ എന്ന്. പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 6 ജോഡി ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. 6 പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്രോക്ക് പോലെയുള്ള ഉടുപ്പിട്ട ഐറ്റംസ് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ആ ടൈപ്പ് ഫീഡിങ് ഫ്രോക്സ് പോലെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 6 ഞാൻ ആകെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ 1 ഇയറിലോട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് പാഴ്സൽ അയക്കണമെങ്കിൽ അയക്കാം, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആവും. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യമായിട്ടാണെങ്കിൽ നമുക്ക് പാഴ്സൽ അയക്കാം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് അങ്ങനെ നല്ല ഡ്രസ്സ് കൊണ്ടുവരിക, വീട്ടിലിടാനുള്ള ഡ്രസ്സ് കൊണ്ടുവരിക. അത് 3/4 എന്തെങ്കിലും അവരവരുടെ ഇഷ്ടം. പക്ഷെ കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുക, ഈ കുഞ്ഞ് ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ, മുട്ടിന് പൊക്കത്തുള്ളത്, അങ്ങനത്തെ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാര്യം ഇതൊരു മുസ്ലിം കൺട്രിയാണ്. സോ അപ്പോൾ എല്ലാവരും നമ്മളെ വീക്ഷിക്കും. അപ്പോൾ ചിലർ വിചാരിക്കും എന്താ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം എൻ്റെ ഐലൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ അവർ വാച്ച് ചെയ്യും. നമ്മളെങ്ങനെയാണ് ഹെയർ കെട്ടുന്നത്, നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ടാണോ വരുന്നത്, അങ്ങനെ എല്ലാവരും വാച്ച് ചെയ്യും. അപ്പം നമ്മളൊരു നേഴ്സായിട്ടാണ് വരുന്നത്, അതും ഒരു ഫോറിനേഴ്സായിട്ടാണ് വരുന്നത്. സോ അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, ആ ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം നല്ല ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് അത്രയൊക്കെ വേണ്ടുള്ളൂ. അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളെല്ലാം കയ്യിൽ കരുതുക. പിന്നെ വേണ്ടത് ഇത്രയൊക്കെയാണ് ഞാൻ കൂടുതലും ഓർക്കുന്നത്. പിന്നെ എന്താ വാട്ടർ ബോട്ടിൽ ഉള്ളത് നല്ലതായിരിക്കും. ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു വാട്ടർ ബോട്ടിലിന് തന്നെ ഏകദേശം ഒരു 150 രൂപ, അതുപോലെ 90 രൂപ. ക്വാളിറ്റി തീരില്ലാത്തതിനൊക്കെ 70 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഒക്കെ ചുമ്മാ കൊള്ളില്ലാത്ത തരം പ്ലാസ്റ്റിക്കാണ്, തീരെ കട്ടിയില്ലാത്തതൊക്കെ. ഇപ്പോൾ 90 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കാൻ പറ്റും. 5 രൂപ വെച്ച് നാട്ടിൽ എത്ര രൂപ കൂട്ടിയാൽ മതി, 100-500 രൂപയുടെ അടുത്തൊക്കെ വരും. സോ അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ വന്ന കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരവരുടെ പേഴ്സണൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം കൊണ്ടുവരിക. അത് ലിപ്സ്റ്റിക്ക്, പുട്ടിയടിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ ഫൗണ്ടേഷൻ സംഭവങ്ങളെല്ലാം കൊണ്ടുവരിക. അതൊക്കെ അവരവരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ സാധനം അവരവർക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ തിങ്സാണ് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അതെല്ലാം കുറച്ച് കൊണ്ടുവരാം. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ഐലൻഡുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത്, ഒരു സംഭവമാണ് ഈ ടാൻ അടിക്കുക എന്നുള്ളത്. ഭയങ്കരമാണ്. നമുക്ക് കടൽക്കാറ്റടിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ വെളുത്ത് വരുന്ന ആൾക്കാരാണെങ്കിലും ടാൻ അടിച്ചൊരു കറുത്തിരണ്ട ഒരു ഫീലിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാം. വലിച്ച് വാരി കൊണ്ടുവരണ്ട. പിന്നെ സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൊണ്ടുവരാം കേട്ടോ. അതായത് എന്തെങ്കിലും ചിപ്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. പിന്നെ അങ്ങനെ ഞാൻ കൂടുതലായിട്ടൊന്നും ഓർക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഓരോ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ പൗച്ച്
നമുക്കെപ്പോഴും ഉള്ളവരാണല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് ജോയിൻ ചെയ്യുമ്പം ഞാൻ എപ്പോഴും കയ്യിൽ കരുതുന്നതാണ് ഒരു പൗച്ച്. അതിനകത്ത് പേന, 3-4 കളർ പേന, അതായത് ബ്ലാക്ക്, റെഡ്, ബ്ലൂ, ഗ്രീന്, അങ്ങനെ പേന, ഒരു സ്കെയില്, സിസർ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവരും. പക്ഷെ അതൊന്നും ഇവിടെ എനിക്ക് യൂസായിട്ട് വന്നില്ല. ഐലൻഡുകളിൽ വരുമ്പോൾ മേ ബി IGMHലോട്ടൊക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവരങ്ങനെ കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ എനിക്കത് യൂസ് ആയിട്ടില്ല. പിന്നെ എനിക്ക് യൂസ് ആയത് ഞാനൊരു കുഞ്ഞ് ഡയറി കൊണ്ടുവന്നായിരുന്നു. അതെനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായ കാര്യം. നമ്മളിപ്പം പുതിയൊരു സ്ഥലത്തോട്ട് വന്നിട്ടാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നിരുന്നാലും നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും, നമ്മൾ സിസ്റ്റത്തിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മറന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലാതെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നോ പ്രോബ്ലം. എന്നെ സംബന്ധിച്ച് ഞാനതൊക്കെ കുറച്ച് കളയുമ്പോൾ മറന്നു പോകും. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുപോലെ തന്നെയാണ്, അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്നവരെ കാണുകയാണ് നമ്മളിവിടുന്ന് ബ്ലഡ് വിടുന്ന വാക്യൂട്ടേനിയസ്. ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണുള്ള. എൻറ്റയർലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പർപ്പിളിൽ വിടുന്നത് ഇവിടെയൊക്കെ ചിലപ്പോൾ റെഡിലായിരിക്കും, റെഡിൽ നാട്ടിൽ വിടുന്നത് ചിലപ്പോൾ ഇവിടെ ഗ്രേ കളറിലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്മോൾ ഡയറി കയ്യിൽ കരുതാം. അതും എസെൻഷ്യലായിട്ട് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് ഒരു ഫയൽ. അത് പിന്നെ ഓൾറെഡി സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഫയൽ കയ്യിൽ കരുതുക. കാര്യം നമുക്കിവിടെ വന്നിട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ രജിസ്ട്രേഷനുണ്ട്. അപ്പം ഒരു ഫയൽ കയ്യിൽ കരുതുക. പിന്നെ കൊണ്ടുവരേണ്ടത് സോക്സ് കൊണ്ടുവരിക. നമ്മുടെ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഷൂവും അതുപോലെ ബ്ലാക്ക് സോക്സുമാണ്. അപ്പോൾ അതും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ യൂണിഫോം എല്ലാം നമ്മളിവിടെ വന്നതിന് ശേഷമാണ് എടുക്കുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഓൾ മേക്കപ്പ് സാധനങ്ങൾ അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തെന്നാണ് വിശ്വാസം. പിന്നെ എന്തെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടും പിന്നെ പഠിക്കാനുള്ള പ്ലാനിങ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഹെഡ്ഫോണ് അത് ഓൾറെഡി എല്ലാവരും കൊണ്ടുവരും. എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വേണ്ട സാധനമാണ് ഒരു സ്മോൾ ബാഗ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു ചെറിയ ബാഗ് യൂസ് ചെയ്യില്ല. അതിപ്പം ഹാൻഡ് ബാഗ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ എന്താ 2 ഇതുള്ള ബാഗാണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്. അപ്പം അങ്ങനെ ഒരു ബാഗ് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ വാട്ടർ ബോട്ടിലും അതുപോലെ ഫോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാമല്ലോ. അപ്പം അതും കയ്യിൽ കരുതുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ഓൾറെഡി ചപ്പൽസൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, ചെരുപ്പ് നമുക്ക് വേണ്ട ചെരുപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഷൂ മാത്രമാണ് കയ്യിൽ കരുതുന്നത്. പിന്നെ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു എന്തെങ്കിലും കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. കാര്യം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരണമായിരുന്നു. അവൾക്കുള്ളതാണെങ്കിലും ഞങ്ങൾക്കുള്ളതാണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള തിങ്സിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്നവർക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.